നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണെന്ന LDF സ്ഥാനാർത്ഥി M. സ്വരാജ്. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും വിലയിരുത്തലും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും M. സ്വരാജ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിതുറന്നാണ് M. സ്വരാജിനെ ഇപ്പോൾ CPM സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാട്ടുകാരനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് M. സ്വരാജ് തന്നെ നേരിട്ടിറങ്ങുകയാണ്. നേരത്തെ തന്നെ അവിടുത്തെ ജനങ്ങളും അത് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ കമൻറ്റുകളും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായി നടക്കുന്ന ഒരുപക്ഷെ ഒടുവിലത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പായിരിക്കും ഇത്. തീർച്ചയായും ആ ഒരു രാഷ്ട്രീയ പ്രാധാന്യം മാധ്യമങ്ങളും മറ്റുള്ളവരും ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ശരിയുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും കേരളത്തിലെ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും ജനങ്ങളുടെ വിലയിരുത്തലിനും ചർച്ചയ്ക്കും വിധേയമാവും എന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയ്ക്കുള്ള ഒരു തുടക്കമായി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാറും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഈ PV അൻവർ വലിയൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഒരു അഭിപ്രായ വ്യത്യാസം ഉയർത്തുകയും ഒപ്പം തന്നെ വിമർശനം ഉയർത്തുകയൊക്കെ ചെയ്ത ശേഷം പുറത്തു പോയപ്പോൾ ആദ്യമായി നിലമ്പൂരിൽ വിശദീകരണ യോഗം നടത്താൻ M. സ്വരാജിനെയാണ് ചുമതലപ്പെടുത്തിയത്. അതിനുശേഷം തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തു. ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥി കൂടിയാവുകയാണ്. എല്ലാവരും ഉണ്ടായിരുന്നു അന്ന്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. ഇതങ്ങനെ വ്യക്തിപരമായ ഒരു തലത്തിൽ നിന്ന് മാത്രം കാണേണ്ട ഒരു കാര്യമല്ല. ഇതിന് വിശാലമായ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഉള്ളത്. കേരളത്തിൻ്റെ നാളെയെ കരുതി, നാടിൻ്റെ വികസനത്തെ കരുതി, ജനങ്ങളുടെ ക്ഷേമത്തെ കരുതി LDFനെ വിജയിപ്പിക്കുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. നിലമ്പൂരിലെ ജനങ്ങൾ അത് ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ M. സ്വരാജിനെ കൂടി പ്രതിപക്ഷം കൂടി പറഞ്ഞത് M. സ്വരാജിന് എന്താ മത്സരിക്കാൻ വരാൻ ഭയമാണോ, OLXൽ സ്ഥാനാർത്ഥിക്കായി തരികയാണ് എന്നൊക്കെയുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോഴെങ്ങനെയാണ്? അത്തരം പരിഹാസങ്ങൾക്കൊന്നും മറുപടിയില്ല. പക്ഷേ അവരുടെ കൂടി അംഗീകാരമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ എന്ന് തിരിച്ചറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത്രമാത്രം. ഓക്കെ. എന്തായാലും M. സ്വരാജാണ് നമുക്കൊപ്പം ചേർന്നത്. ശക്തമായ ഒരു പോരാട്ടത്തിന് വഴിവെച്ചുകൊണ്ടാണ് M. സ്വരാജിനെ CPIM ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്.